ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള ഡീലഡ് കോഴ്സിന് അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കൂടാതെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ പരീക്ഷയും അതോടൊപ്പം തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സപ്ലിമെൻ്ററി പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ, അത് ജനുവരി 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൂടാതെ കോഴ്സുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട ചില ആശങ്കകളുമാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് ഈ വർഷം ഗവൺമെൻറ് എയ്ഡഡ് കൂടാതെ സെൽഫ് ഫിനാൻസ് കോളേജുകളായിട്ട് ഡി.എൽ.എഡ് കോഴ്സ്, അതായത് LPയിലും UPയിലും നിലവിലെത്തിയ സാഹചര്യത്തിൽ ടീച്ചറായിട്ട് മാറുവാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡി.എൽ.എഡ് കോഴ്സ് ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ, അതായത് ഒന്നാമത്തെ പരീക്ഷ നിലവിൽ ജനുവരി 22 തൊട്ട് ജനുവരി 30 വരെ, ഈ 22ൻ്റെയും 30ൻ്റെയും ഉള്ളിൽ ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കുകയാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി, കാരണം ഈ ഒരു ടീച്ചിങ് എന്നുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കോഴ്സിലോട്ട് വന്ന് ഏകദേശം മാസങ്ങളോളം ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ആദ്യത്തെ തിയറി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. കൂടാതെ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെയും, അതായത് ജനുവരി 22 തൊട്ട് 30 തന്നെ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെയും, അതായത് മൂന്നാം സെമസ്റ്റർ പരീക്ഷയും അതോടൊപ്പം തന്നെ നേരത്തെ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് അതായത് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന 22 തൊട്ട് 30 വരെ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ പരീക്ഷാ ഭവനിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ, ആ ഒരു PDF-ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് നോർമലായിട്ട് ഡി.എൽ.എഡ് കോഴ്സ്, അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശങ്കകൾ എന്ന് വെച്ചാൽ കോഴ്സുമായി ബന്ധപ്പെട്ട പലർക്കും സംശയങ്ങളുണ്ട് അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ കുറിച്ച്. അതായത് ഫ്യൂച്ചറിൽ ഈ കോഴ്സിൻ്റെ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചറിൽ ഇതിൻ്റെ സാധ്യതകൾ, അതൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. അതൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം. അതായത് ഡി.എൽ.എഡ് എന്ന് ഈ പറയുന്ന കോഴ്സ് സ്വാഭാവികമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ പല വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസ് കാര്യങ്ങൾ, എക്സാമിൻ്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സെമസ്റ്ററിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് തിയറി എക്സാം, അതേപോലെ തന്നെ പ്രാക്ടിക്കലി, അതേപോലെ തന്നെ അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതേപോലെ തന്നെ ഇൻറ്റേർണൽ എക്സാം, ഇൻറ്റേൺഷിപ്പ്. ഈ രീതിയിൽ 3 കാറ്റഗറി ആയിട്ട് തിയറി, അതേപോലെ തന്നെ CE, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കൂടാതെ ഇൻറ്റേൺഷിപ്പ്, അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം, ഈ രീതിയിലാണ് കാറ്റഗറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകളാണ് തിയറി പരീക്ഷകളുള്ളത്. അതേപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ എടുക്കുകയാണെങ്കിലും, മൂന്നാം സെമസ്റ്റർ എടുക്കുകയാണെങ്കിലും, നാലാം സെമസ്റ്റർ എടുക്കുകയാണെങ്കിലും തിയറി പരീക്ഷ 3 സബ്ജക്റ്റുകളാണ് ഉള്ളത്. ബാക്കിയൊക്കെ ഈ പറയുന്ന CE, അതായത് പ്രാക്ടിക്കൽ, ഇൻറ്റേൺഷിപ്പ് എക്സാമുകളായിരിക്കും. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി താഴെ ജസ്റ്റ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുക, നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ടൈം ടേബിൾ കൂടി നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് തിയറി പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുക. കാരണം ആദ്യമായിട്ട് പരീക്ഷ ചെയ്യുന്നവരാണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. കാരണം ജസ്റ്റ് ഈ ഒരു സബ്ജക്റ്റുകൾ പഠിക്കുന്നതുകൊണ്ട്, തിയറി പരീക്ഷകൾ പഠിക്കുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കത് വെറുതെ ആവില്ല. കാരണം നിങ്ങൾ കാത്തിരിക്കുന്ന കേട്ടിട്ട് അതേപോലെ തന്നെ സെറ്റ് പോലെയുള്ള എല്ലാ എക്സാമുകൾക്കും ഈ പറയുന്ന ബേസിക് ക്വാളിഫിക്കേഷനും കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കേട്ടിട്ട് സെറ്റൊക്കെ കോമൺ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സിലബസിൽ 50% നിങ്ങൾക്ക് ചോദിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ തിയറി പരീക്ഷ നന്നായിട്ട് നിങ്ങൾ ഹാർഡായിട്ട് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ കേട്ടിട്ട് പരീക്ഷ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കേട്ടിട്ട് പരീക്ഷ കൂടി നിങ്ങൾക്ക് കിട്ടുവാനുള്ള ഒരു സാധ്യത സബ്ജക്റ്റ് വൈസ് കൃത്യമായി നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ സപ്ലിമെൻ്ററി പരീക്ഷ ഉള്ളവരാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഈ സമയത്ത് തന്നെ നിങ്ങൾ ഈ നന്നായിട്ട് പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ സപ്ലിമെൻ്ററി നിങ്ങൾ പാസ്സാകാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും പല വിദ്യാർത്ഥികൾ, വളരെ അപൂർവം വിദ്യാർത്ഥികൾ മാത്രമാണ് ചിലപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സപ്ലിമെൻ്ററി എന്നുള്ള ആ ഒരു പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ പോയിട്ടുണ്ടാവുക. അല്ലാതെ എല്ലാ വിദ്യാർത്ഥികളും നോർമലായിട്ട് തന്നെ പാസ്സാകുന്നതാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥി കൃത്യമായിട്ട് പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാശംസകൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് നേരുകയും ചെയ്യുകയാണ്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കോഴ്സിൻ്റെ സാധ്യതകൾ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ടായിട്ടുണ്ട്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LP, അതേപോലെ തന്നെ UP തലങ്ങളിൽ ടീച്ചറായിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യത തന്നെയാണ് ഡി.എൽ.എഡ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി പ്ലസ്, അതായത് ഡിഗ്രി പ്ലസ് ഡി.എൽ.എഡ് ഉള്ളവർക്ക് നിലവിൽ UP, അതേപോലെ തന്നെ ജസ്റ്റ് +2+ ഡി.എൽ.എഡ് ഉള്ളവർക്ക് LP, ഈ രീതിയിലാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പക്ഷേ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരെ വിദ്യാർത്ഥികൾക്ക്
+2+ DLED ഉള്ളവർക്ക് UP കൂടി എഴുതുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ആശങ്കയാണ്, ഇനി അങ്ങോട്ട് DLED അടുത്ത അക്കാഡമിക് ഇയർ തൊട്ട് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇനി ഈ കോഴ്സിൻ്റെ സാധ്യത, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ആശങ്ക നിങ്ങൾക്ക് വേണ്ട. നിലവിൽ ഈ അക്കാഡമിക് ഇയറിൽ കോഴ്സ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒറ്റയടിക്കുന്ന ഒരു റൂളും മാറ്റുകയില്ല. നിശ്ചിത വർഷത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് LP അല്ലെങ്കിൽ UP ടീച്ചർ ആകുവാനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കാലാവധിക്കുള്ളിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഈ വർഷവും അതേപോലെ ഈ വർഷം ഫസ്റ്റ് ഇയറും അതേപോലെ തന്നെ സെക്കൻഡ് ഇയറും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തൊട്ടടുത്ത PSC ഏകദേശം 2028, 27, 28, 29 ഈ കാലയളവിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കോഴ്സ് കഴിയുന്നതോടൊപ്പം തന്നെ PSC കൂടി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് വളരെ നല്ല സുവർണ്ണ അവസരം തന്നെയാണ്. കാരണം കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിനുശേഷം ഏകദേശം ഒരു വർഷത്തെ കാലാവധിയുണ്ട്. കൃത്യമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ കോച്ചിങ് പറ്റുമെങ്കിൽ കോച്ചിങ്ങിനൊക്കെ പോയിട്ട് തന്നെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹാർഡ് പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 28 ആ 29 വിളിക്കുന്ന കേരള PSC പരീക്ഷ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് സർവീസിലൂടെ കയറാൻ സാധിക്കുന്നതാണ്. സർവീസിൽ കയറിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ എന്തായാലും പുതിയ നിയമങ്ങളൊക്കെ 2030 എന്നുള്ളത് 30 ശേഷം, അതായത് 2030 ടീച്ചിങ്ങിലോട്ട് B.Ed എന്നുള്ള ക്വാളിഫിക്കേഷൻ മസ്റ്റാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനുള്ളിൽ സർവീസിൽ കയറുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവും വരുന്നില്ല. ഇനി അതിനുശേഷവും ഒരു പക്ഷേ ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അതായത് ടീച്ചിങ് എന്നുള്ള ആ ഒരു പ്രശ്നമായിട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും ആ മാനദണ്ഡങ്ങളൊക്കെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നെഗറ്റീവ് എന്നുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും നിങ്ങളെ കോഴ്സ് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇനി അതേപോലെ തന്നെ DLED നിലവിൽ LPയിലും UPയിലും ഇനി അങ്ങോട്ട് B.Ed എന്നുള്ള സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതൊക്കെ 30 ശേഷമാണ്. ഇനി അതേപോലെ തന്നെ DLEDകാർക്ക് ഡയറക്റ്റ് B.Ed ചെയ്യുവാനുള്ള ഓപ്ഷൻ ഇനി അങ്ങോട്ട് ഒരുപാട് സാധ്യതകൾ കൂടും. അതേപോലെ നിലവിൽ IGNOU പോലെയുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊക്കെ DLED കോഴ്സ് എടുത്തവർക്ക് 2 വർഷത്തെ B.Ed എൻട്രൻസ് പരീക്ഷ വഴി നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് IGNOU പോലത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് B.Ed കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുത്ത കോഴ്സ് ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾ LP അതേപോലെ UPയിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ടീച്ചറായിട്ട് മാറാൻ സാധിക്കും. ഇനി അതേപോലെ ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഒരുപാട് വേക്കൻസികൾ ഈ വർഷം അടുത്ത വർഷമൊക്കെ ഓരോ വർഷം വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എയ്ഡഡ് സ്ഥാപനങ്ങൾ കൂടി നിങ്ങൾക്ക് ടീച്ചറായിട്ട് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ്. അതിനൊക്കെ ഇപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മുമ്പിൽ ഒരു 4-5 വർഷത്തിനുള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ടെൻഷൻ എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയമുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറാവുക. ഒരു വിദ്യാർത്ഥി പോലും സപ്ലിമെൻ്ററി പോലുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ ഇടവരുത്തരുത്. കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുക. കൂടാതെ പരീക്ഷ പ്രിപ്പയർ ചെയ്യുമ്പോൾ KTET എന്നുള്ള ആ ഒരു പരീക്ഷയോട് നിങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റു KTETൻ്റെ പ്രധാനപ്പെട്ട പാട്ട് കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത KTET പരീക്ഷ കൂടി നിങ്ങൾക്ക് ഈ സമയത്ത് ക്വാളിഫൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ പരീക്ഷ എഴുതി കൃത്യമായിട്ട് നിങ്ങൾ പാസ്സാവുക. നല്ലൊരു അധ്യാപകരാകുവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോകളും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരീക്ഷ ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി ആർക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ ആ ഒരു PDF ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ ടൈം ടേബിൾ ഓരോ സെമസ്റ്ററിൻ്റെ മുഴുവൻ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് മലയാളം ലാംഗ്വേജസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ വ്യക്തമായിട്ട് പറയാത്തത്. അത് കൃത്യമായിട്ട് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ തയ്യാറായി നിൽക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.